Hello everyone, welcome to Bankers at 24/7 Malayalam channel. എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ. വെൽക്കം ടു അവർ ചാനൽ ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. നമ്മുടെ റെഗുലർ ഇംഗ്ലീഷ് സെഷനാണ്. എല്ലാ ദിവസവും 7 മണിക്ക് നമ്മുടെ ഇംഗ്ലീഷിലെ പ്രാക്ടീസ്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ലെവൽ മുതലാണ് നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്നത്. നമ്മുടെ കുറേ സെഷൻസ് കഴിഞ്ഞ് ഇതിപ്പോൾ ഇന്ന് നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷനാണ് നോക്കുന്നത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ അത്യാവശ്യം എല്ലാവർക്കും ഒരു പേടിയുള്ളൊരു ടോപ്പിക്കാണ്. 7 മുതൽ 9 വരെ ക്വസ്റ്റ്യൻസ് ഒരു റീഡിംഗ് കോംപ്രിഹെൻഷന് വരാം. അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ വായന, റീഡിംഗ് എബിലിറ്റി. നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി ആൻഡ് നിങ്ങൾ എങ്ങനെ ഇത് കോംപ്രിഹെൻഡ് ചെയ്യുന്നു, അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് റീഡിംഗ് പാസേജിൽ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ ചോദിക്കാം. റെഗുലർ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഇതാണ്. എല്ലാ എക്സാമിനും റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ടായിരിക്കും. ഓരോണത്തിലും റീഡിംഗ് RC ഇല്ലാത്ത ഇല്ല. അപ്പോൾ നമുക്ക് ഇന്ന് RC എങ്ങനെ സോൾവ് ചെയ്യാം ഈസി ആയിട്ട്. ഈ ഒരു സെഷൻ ഞാൻ ഉറപ്പ് വരികയാണ്, ഈ സെഷനിലെ RC നിങ്ങൾക്ക് കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ആ മെത്തേഡിൽ നമ്മൾ പഠിച്ചെടുക്കാം. അപ്പോൾ വെൽക്കം ടു യുവർ സെഷൻ വൺസ് അഗൈൻ ആൻഡ് ഗുഡ് ഈവനിങ്. തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ആദ്യമേ RCയിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. സോ ആസ് എൻ ഇൻട്രൊഡക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ബേസിക് ലെവൽ പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ഓൾറെഡി പഠിക്കുന്നവർക്ക് വേണ്ടി അറിയാവുന്നവർക്ക് വേണ്ടി അതൊന്ന് റിവിഷനായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. അല്ലാത്തവർക്ക് ആദ്യമുള്ളവർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കരുതുക. ഒരു RC കിട്ടുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? റീഡ് ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. ആദ്യമേ തന്നെ പാസേജിലോട്ട് പോരുത്, ആദ്യമേ ക്വസ്റ്റ്യൻസ് വായിക്കാം. സോ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് വായിക്കുക. അതിൽ നിന്ന് ഏതൊക്കെ തരത്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് നോക്കുക. ആ ക്വസ്റ്റ്യൻസ് അനുസൃതമായിട്ട് RC വായിക്കാം. അത് നമ്മൾ സ്കിം ചെയ്യുന്നു, എന്നിട്ട് നമ്മളാണ് സ്കാൻ ചെയ്ത് അതിൻ്റെ ആൻസറിലോട്ട് എത്തുന്നത്. ഒന്നുകൂടെ വായിച്ചു നോക്കിയിട്ട് ആൻസറിലോട്ട് എത്താൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അതാണ് എൻ്റെ മെത്തേഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻസ് വായിക്കുന്നു. നിർബന്ധമായിട്ട് ഓർക്കുക, ക്വസ്റ്റ്യൻസ് ആദ്യം. ചോദ്യം വായിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് RC വായിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ചോദ്യം എല്ലാം ഒന്ന് വായിച്ചിരിക്കുക, ഏതൊക്കെ ചോദ്യം ഏതൊക്കെ ഭാഗത്തുനിന്ന് വായിച്ചിട്ടുണ്ടെന്നുള്ളത്. പിന്നെ നമുക്കറിയാം RCയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ച് അല്ലെങ്കിൽ ചിന്തിച്ച് വേണം ആൻസറിലോട്ട് എത്താനായിട്ട്. ഡയറക്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് ഏതാണ് പാസേജ്, ഏത് പാരഗ്രാഫിലുള്ള ആ പാരഗ്രാഫിൽ നിന്ന് കറക്റ്റായിട്ട് ആൻസർ നോക്കിയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. വൊക്കാബുലറി അതുപോലെ തന്നെയാണ്. വൊക്കാബുലറി നിങ്ങളുടെ വൊക്കാബിലിൻ്റെ നോളജ് ഇച്ചിരി വേണം, അതല്ലാതെ വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഓർഡർ ഓഫ് അറ്റംപ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കണം. ആദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യുക, അതിനുശേഷം വൊക്കാബുലറി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് വേണം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് നിങ്ങൾ പോകാനായിട്ട്. അപ്പോൾ RCയിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് അതാണ്, ഓർഡർ ഓഫ് അറ്റംപ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്. ആദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, പിന്നെ വൊക്കാബുലറി ക്വസ്റ്റ്യൻ, എന്നിട്ട് വേണം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാനായിട്ട്. സമയം നമുക്ക് കളയാനില്ലാത്തതുകൊണ്ട് കാരണം ടൈം മാനേജ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര ക്രൂഷ്യൽ ആയിട്ടൊരു കാര്യമാണ് നമുക്ക് ബാങ്കിങ് എക്സാമിന്. അതുകൊണ്ട് മൂന്നാമത്തെ പോയിന്റ്, പല കുട്ടികളും പറയാറുണ്ട് ഞാൻ RCയിൽ ആദ്യത്തെ ഒരു പാരഗ്രാഫ് വായിച്ച് രണ്ടാമത്തെ പാരഗ്രാഫ് എത്തുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് എന്താണെന്ന് മറന്നു മിസ്സേ, എന്താ ചെയ്യുക? സോ അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. റീഡ് അല്ലെങ്കിൽ തിങ്ക് അബൌട്ട് ഇറ്റ്, കണ്ടംപ്ലേറ്റ് ചെയ്യുക, പോണ്ടർ ചെയ്യുക, അതിനെപ്പറ്റി വായിച്ചു കഴിയുക. എപ്പോഴും 5 ലൈൻ വായിച്ചിട്ട് ഒരുപാട് ഇതിലോട്ട് വെക്കരുത്, അപ്പോഴേ നമ്മുടെ ബ്രെയിനിലോട്ട് അത് മറന്നു. 5 ലൈൻ വായിച്ച ഉടനെ നിങ്ങൾ ആദ്യം വായിച്ച കാര്യം എന്താണെന്നുള്ളത് റീഡ് ചെയ്യുക, ശരിക്കും ഒന്ന് വായിച്ച് മനസ്സിലാക്കി അതിനെപ്പറ്റി ആലോചിക്കുക, എന്നിട്ട് അടുത്ത ലൈനിലോട്ട് പോകുള്ളൂ. വെറുതെ ചുമ്മാ വായിച്ചു പോയാൽ നിങ്ങൾക്കത് കിട്ടില്ല. മറന്നു പോകുന്നവർ അങ്ങനെയുള്ളവർ കൃത്യമായിട്ട് അതൊന്ന് ഫോക്കസ് ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ ടൈം പൊക്കും. അതിന് പിന്നെ പുറകെ RCയുടെ പുറകെ നമ്മൾ ഒരുപാട് ടൈം പോകും. അത് ഭയങ്കര ഇഫക്റ്റീവാണ്. എക്സാം ഹോളിൽ പോയിരിക്കുമ്പോൾ നമുക്ക് കാരണം സെക്ഷണൽ ടൈമിംഗ് 20 minutes ഒക്കെ ഉണ്ട്. ഇത്രയും ക്വസ്റ്റൻസ് 35 ക്വസ്റ്റൻസ് ഞാൻ 20 മിനിറ്റിന് എങ്ങനെ എഴുതി തീർക്കണം? അല്ലെ, പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് വിടണ്ടേ, അത്ര സ്പീഡിൽ ഞാൻ ചെയ്ത് വിടണ്ടേ? അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ ഒരു നോളജ് അത് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ പ്രാക്ടീസിലൂടെ തന്നെ ആദ്യമേ തന്നെ ഇതിനു വേണ്ടി നമ്മൾ ചവിട്ടുപടി ഇടണം. അപ്പോൾ നമ്മൾ RCയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നേരെ നിങ്ങളെ ക്വസ്റ്റൻസിലോട്ട് കൊണ്ടുപോകും. ആദ്യത്തെ ചോദ്യം പിടിച്ചോളൂ. അക്കോർഡിംഗ് ടു ദി പാസേജ്, പാസ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഓൺലി ഇൻ ദാറ്റ്. നിങ്ങൾ ഓപ്ഷൻസ് ഒന്നും വായിക്കേണ്ട, ഓപ്ഷൻസ് വായിച്ച് കൺഫ്യൂഷൻ അടിക്കും, അത് വേണ്ട. പാസേജിലെ പാസ്റ്റ് എന്തിൻ്റെ കാര്യത്തിലാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇസ് ഓൺലി, പാസ്റ്റ് എന്തോ കാര്യത്തിൽ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? പാസ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഓൺലി എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് തിങ്. രണ്ടാമത്, ദ റിയൽ റിച്ച്നെസ് അക്കോർഡിംഗ് ടു പാസേജ്. റിയൽ റിച്ച്നെസ് എന്തിലാണ് ലൈ ചെയ്യുന്നത്? ലൈസ് ഇൻ എന്ത്. അപ്പോൾ പാസ്റ്റ് എന്തിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, പാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി എന്ത് കാര്യത്തിന് വേണ്ടി മാത്രമാണെന്നും ഓൺലി എന്തോ ഒരു കാര്യത്തിനാണെന്നും. രണ്ടാമത്തെ, റിയൽ റിച്ച്നെസ് എന്തിൽ ലൈ ചെയ്യുന്നു എന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ചോദ്യം, ആൻ ഒബ്സഷൻ വിത്ത് ദ പാസ്റ്റ് മേക്സ് അസ്. പാസ്റ്റിനോട് നമുക്കൊരു ഒബ്സഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളെ എന്തോ ആക്കി മാറ്റും. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്സഷൻ വിത്ത് ദ പാസ്റ്റ് നമുക്ക് എന്തോ ഒരു എന്താണ് കാര്യങ്ങളിൽ മാറ്റം വരിക. നാലാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ കണ്ടീഷൻസ് ഇസ് നോട്ട് ക്രിയേറ്റഡ്. ഇവിടെ നോട്ട് ക്രിയേറ്റഡ്, നോട്ട് എക്സെപ്റ്റ് ഇത് അല്ലെ, നോട്ട് ക്രിയേറ്റഡ്, എന്തായാലും നോട്ട് എന്നൊക്കെ വെച്ചിട്ട് ചോദ്യം ചോദിക്കണം. ഓർക്കുക, നമുക്കത് തിരിച്ച് വന്നിട്ട് വായിച്ചാൽ മതി, കാരണം ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
നമുക്ക് ഈ നോട്ട് ക്രിയേറ്റഡ് എക്സെപ്റ്റ് ദാറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റൻ വന്നാൽ ഓർത്തോ അതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റനാണ്. അപ്പം നമുക്ക് കുറച്ച് സമയം എടുക്കണം. അതുകൊണ്ട് ഇതിനു വേണ്ടി നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. ഓക്കെ, that apprehension about future is misleading is best expressed by ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ഭയങ്കരമായിട്ട് anxious about future, അതിനാണ് apprehension. and anxiety about futureനെയാണ് apprehension about future എന്ന് പറയുക. worry about future അത് മിസ്ലീഡിംഗ് ആണ്. അത് എക്സ്പ്രസ് ചെയ്യുന്ന എന്തിലാണ്, എന്ത് വേർഡ്സ് വെച്ചിട്ട്, ഡയറക്റ്റ് ക്വസ്റ്റൻ വേർഡ് ഏത് വേർഡ് വെച്ചാൽ എന്നുള്ള ഒരു വേർഡ്സ് കൊടുത്തേക്കുന്നത്, അത് നമുക്ക് അതുപോലെ തന്നെ ക്വസ്റ്റനിൽ വായിക്കാം. അപ്രിഹെൻഷൻ അബൌട്ട് ഫ്യൂച്ചർ എന്തിലായിരിക്കും എന്നുള്ളത് RCയിൽ തന്നെ നമുക്ക് വായിച്ചുവിടാം. ആൻഡ് അടുത്ത ചോദ്യം നോക്കിയേ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് നോട്ട് ട്രൂ അക്കോർഡിംഗ് ടു പാസേജ്. ഏതാണ് ട്രൂ അല്ലാത്തത് എന്ന് നമുക്ക് വരും, അത് നമുക്ക് അതിലോട്ട് തന്നെ വായിക്കാം. പിന്നെ which one of the following is the most appropriate title of the passage. ഏതാണ് ട്രൂ അല്ലാത്തെന്നുള്ളത് നമുക്ക് പിന്നെ വായിക്കാവേ. അത് ഏതാ അല്ലാത്തെന്നുള്ളത് വായിച്ചു കഴിയുമ്പോൾ അല്ലാത്ത ഒരു ഒന്നും മെൻഷൻ ചെയ്യാത്ത കാര്യത്തിലോടായിരിക്കുമല്ലോ, അത് നമുക്ക് ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ അതിലോട്ട് തിരിച്ചു വന്നാൽ മതി. നോട്ട് ട്രൂ എന്ന് കൊടുത്തിട്ടില്ല, അപ്പോൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ, അപ്പോൾ എന്തായാലും തിരിച്ചു വരണം. പിന്നെ ഉള്ളത് ടൈറ്റിൽ, അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ ഏതായിരിക്കും, അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ ഏതാ ടൈറ്റിൽ കൊടുക്കേണ്ടത്, അന്നോട്ട് വരാം. ആൻഡ് അടുത്തത് a false sense of self is given in the passage means. എന്താണ് a false sense of self എന്ന് പറയുന്നത്? പാസേജിൽ a false sense of self എന്ന് പറയുന്നത് എന്തിനെയാണ് എന്നൂടെയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അതിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് RCയിലോട്ട് വായിച്ചുവിടാം. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. ശ്രദ്ധിച്ച് വായിക്കുക, ഇതിന് നമുക്ക് ഫോക്കസ് ചെയ്ത് വായിച്ചു തന്നെ വിടണം. ആർ യു സ്ട്രെസ്ഡ്? നിങ്ങൾ സ്ട്രെസ്ഡ് ആണോ? ആർ യു സോ ബിസി ഗെറ്റിംഗ് ടു ദ ഫ്യൂച്ചർ ദാറ്റ് ദ പ്രസന്റ് ഇസ് റെഡ്യൂസ്ഡ് ടു എ മീൻസ് ഓഫ് ഗെറ്റിംഗ് ദർ. നമ്മുടെ ഒരു പ്രശ്നം എന്താണ്, നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു പ്രശ്നമാണ്, നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവാറുണ്ടല്ലേ. ചില സമയത്ത് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവും ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട്. യു ആർ വെരി ബിസി ഗെറ്റിംഗ് ടു ദ ഫ്യൂച്ചറിനെ പറ്റി ഓർക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പ്രസന്റിനെ അപ്പാടെ അങ്ങ് മറന്നു. അപ്പോൾ ഫ്യൂച്ചറിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പ്രസന്റിനെ അങ്ങ് മറന്ന് ചിന്തിക്കുന്ന കേസ് നമുക്ക് വരാറുണ്ടോ നമ്മുടെ ലൈഫിൽ എന്നാണ് ഓത്തർ ചോദിച്ചേക്കുന്നത്. സ്ട്രെസ് ഇസ് കോസ്ഡ് ബൈ ബീങ് ഹിയർ ബട്ട് വോണ്ടിങ് ടു ബി ദെയർ. സ്ട്രെസ് എങ്ങനെ വരുന്നത് അറിയോ, നമ്മൾ ഇവിടെയാണ് ഇരിക്കുന്നത്, ഇവിടെയാണ് ഇപ്പോൾ ഉള്ള മൊമെന്റിലാണ് നമ്മൾ ഇരിക്കണേ, പക്ഷെ നമ്മൾ എവിടെയാണ്, നമ്മുടെ മനസ്സ് എവിടെയാ, അവിടെ. മനസ്സ് അതിനെ പറ്റി ചിന്തിക്കുന്നത്, ദെയർ അവിടെ ആയിരിക്കണം എന്നാണ് നമ്മുടെ മനസ്സ്. ബട്ട് വോണ്ടിങ് ടു ബി ദെയർ അവിടെ ഇരിക്കണം, ഫ്യൂച്ചറിനെ പറ്റി ഇരിക്കും. അല്ലെങ്കിൽ ബീങ് ഇൻ ദ പ്രസന്റ് ബട്ട് വോണ്ടിങ് ടു ബി ഇൻ ദ ഫ്യൂച്ചർ, അല്ലേ. ബീങ് ഇൻ ദ പ്രസന്റ് ആണ്, പ്രസന്റിലാണ് നമ്മൾ ജീവിക്കണേ, പക്ഷെ നമ്മുടെ ആഗ്രഹം മൊത്തം ഫ്യൂച്ചർ എന്തായിരിക്കും, ഫ്യൂച്ചറിൽ ആയിരിക്കണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ പ്രസന്റ് ജീവിക്കാതെ പോകും, നമ്മൾ പ്രസന്റ് ജീവിക്കാതെ ഫുൾഫിൽ ചെയ്യാതെ പോകേണ്ടി വരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്, അല്ലേ. അപ്പോൾ സ്ട്രെസ്ഡ് ആണോ, ഫ്യൂച്ചറിൽ ആയിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, അപ്പോൾ പ്രസന്റിനെ മറക്കുന്നു, അതാണ്. സോ ഇറ്റ് ഈസ് എ സ്പ്ലിറ്റ് ദാറ്റ് ടിയേഴ്സ് യു അപ്പാർട്ട് ഇൻസൈഡ്. നമ്മുടെ മനസ്സിനെ അല്ലെ നമ്മളെ ഉള്ളിൽ നിന്ന് രണ്ട് വഴിക്ക് സ്പ്ലിറ്റ് ചെയ്ത് കളയുന്ന ഒരു ചിന്ത ശരിക്കും അത്. ഇറ്റ്സ് എ സ്പ്ലിറ്റ് ആക്ച്വലി. ഡസ് ദ പാസ്റ്റ് ടേക്ക് അപ്പ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് യുവർ അറ്റൻഷൻ. പാസ്റ്റ് അതുപോലെ നമ്മൾ പഴമയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാറുണ്ടോ? ഇന്നലത്തെ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് നമ്മുടെ അറ്റൻഷനൊക്കെ എടുത്ത് കളയാറുണ്ടോ? ഡു യു ഫ്രീക്വന്റ്ലി ടോക്ക് ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ് ഐദർ പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി? നെഗറ്റീവ്ലി ആയിക്കോട്ടെ പോസിറ്റീവ്ലി ആയിക്കോട്ടെ. ഒരുപാട് പാസ്റ്റിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇവിടെ ഞാൻ അന്ന് അങ്ങനെ ചെയ്തു, ഇന്ന് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ നമ്മൾ ചിന്തിക്കാറുണ്ടോ അതിനെപ്പറ്റി? എങ്കിൽ നമുക്ക് എന്തോ പ്രശ്നമുണ്ട്. പ്രസന്റിനെ പറ്റി നമ്മൾ ഒരുപാട് ചിന്തിക്കാതെ പാസ്റ്റിലാണ് ജീവിക്കുന്നത്, അല്ലെ ഫ്യൂച്ചറിനെ പറ്റി ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ പ്രസന്റ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, സ്ട്രെസ്ഡ് ആണ് നമ്മൾ, അതാണ് പറയുന്നത്. The great things that you have achieved, your adventures or experiences or your victim story and the dreadful things that were done to you or maybe what you did to someone else, അല്ലേ. ചിലപ്പോൾ നമ്മൾ ചെയ്ത അച്ചീവ്മെന്റിനെ പറ്റി ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ അഡ്വഞ്ചേഴ്സിനെ പറ്റി ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിനെ പറ്റി ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ വിക്ടിമായിട്ട് മാറിയ കുറച്ച് സന്ദർഭങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ചെയ്ത വളരെ അതിക്രൂരമായ ഡ്രെഡ്ഫുൾ തിങ്സ് ദാറ്റ് യു ഹാവ് ഡൺ ടു സമ്മൺ, അല്ലെ. ആരോടെങ്കിലും നമ്മൾ ചെയ്ത വളരെ ക്രൂരമായ എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മേ ബി സംബഡി ഡിഡ് ഇറ്റ് ടു യു, അല്ലെ. നമ്മളോട് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്തായിരിക്കാം. ആർ യുവർ തോട്ട് പ്രോസസ് ക്രിയേറ്റിംഗ് ഗിൽറ്റ്, പ്രൈഡ്, റിസെന്റ്മെന്റ്, ആങ്കർ, റിഗ്രറ്റ് ഓർ സെൽഫ് പിറ്റി? നമ്മുടെ തോട്ട് പ്രോസസ്സ് നമ്മളെ കൊണ്ട് ഗിൽറ്റ്, കുറ്റബോധം തോന്നിപ്പിക്കുക, പ്രൈഡ്, ഗർവ് തോന്നിക്കുക, റിസെന്റ്മെന്റ്, ദേഷ്യവും വൈരാഗ്യവും അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥ തോന്നിക്കുക, ആങ്കർ വീണ്ടും ദേഷ്യം, റിഗ്രറ്റ് നമുക്ക് എപ്പോഴും നമുക്ക് അയ്യോ വേണ്ടായിരുന്നു എന്നൊരു ചിന്ത, അല്ലെ, അയ്യോ അല്ലെങ്കിൽ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു നഷ്ടബോധം തോന്നുകയാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് പിറ്റി തോന്നിക്കാറുണ്ടോ? അതായത് നമ്മൾ എപ്പോഴും പാസ്റ്റിനെ പറ്റിയും ഫ്യൂച്ചറിനെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുകയാണോ, പ്രസന്റ് നമ്മൾ കൊടുക്കുന്നില്ലേ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ, അല്ലേ. മൂവിങ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. Then you are not only reinforcing a false sense of self but also helping to accelerate your body's aging process by creating an accumulation of your past in your psyche. പറഞ്ഞു തന്നെ എന്നാ നോക്കിയേ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്നാ, ഒരു ഫോൾസ് സെൻസ് ഓഫ് സെൽഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്, അല്ലേ. നമ്മൾ റീഇൻഫോഴ്സ് ചെയ്തെടുക്കുകയാണ്, നമ്മൾ ഒരു ഊന്നൽ കൊടുക്കുകയാണ്, നമ്മൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ്. റീഇൻഫോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുകയാണ്. എന്തിനാ സ്ട്രെങ്തൻ ചെയ്യുന്നത്? നമ്മൾ ഒരു ഫോൾസ് സെൽഫിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് കൊടുക്കുകയാണ്.
ശരിക്കുള്ളത് തന്നെയല്ല, ഒരു പുതിയൊരു ഫോൾസ്, ഒരു തെറ്റായ ഒരു സൂഡോ സെൽഫിനെ നമ്മൾ വളർത്തിയെടുക്കാൻ സഹായിക്കുകയാണ്. ഒരു സ്യൂഡോ ആയിട്ടുള്ള ഒരു തെറ്റായത് നമ്മുടെ ശരിക്കുള്ളതല്ല, വേറൊരു സെൻസിൽ നമുക്ക് കൊടുക്കണം. യു ആർ ഹെൽപ്പിംഗ് ടു ആക്സിലേറ്റ് യുവർ ബോഡീസ് ഏജിങ് പ്രോസസ് കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, വളരെ വയസ്സായിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെയാകുമ്പോൾ ടെൻഷൻ നമ്മൾ വയസ്സായിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് നരയ്ക്കും എന്ന് പറയില്ലേ, അകാല നര. വെരിഫൈ ദിസ് of yourself by observing those around you who have a strong tendency to hold on to the past. ഇതേ സാധനം നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കിക്കേ, അവർക്ക് ഇതുപോലത്തെ സ്ട്രോങ് ടെൻഡൻസിയാണ്, പാസ്റ്റിലോട്ട് ഹോൾഡ് ഓൺ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതേപോലെ മനസ്സിലാൻ പറ്റും. അവർ ഭയങ്കര സ്ട്രെസ് അടിച്ച് ഏജിങ് പ്രോസസ് അവർക്ക് പെട്ടെന്നാവുന്നു, അവർക്കൊരു ഫോൾസ് സെൻസ് ഓഫ് സെൽഫ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക. അവിടെ നമുക്കത് എക്സാമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. ഡു നോട്ട് ബി സ്റ്റക്ക് ടു ദ പാസ്റ്റ് എവറി മൊമെന്റ്. ഒരിക്കലും നമ്മൾ എപ്പോഴും സ്റ്റക്ക് ചെയ്യരുത്. യു ഡോണ്ട് നീഡ് ഇറ്റ്. പാസ്റ്റ് എപ്പോഴും നമുക്ക് ആവശ്യമില്ല. എപ്പോഴും നമുക്ക് നിൽക്കുന്നത് ഓൺലി റെഫർ ടു ഇറ്റ് വെൻ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റെലവെന്റ്. ഒരിക്കലും പാസ്റ്റിൽ എപ്പോഴും നിൽക്കേണ്ട കാര്യമില്ല. റെഫറൻസ് ചെയ്യേണ്ട സമയത്ത് മാത്രം, അല്ലേ, എപ്പോഴെങ്കിലും റെലവെന്റ് ഇൻഫർമേഷൻ വേണ്ട, പ്രസന്റിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്ഫുൾ ആക്കുന്ന എന്തെങ്കിലും റെലവെന്റ് ഇൻഫർമേഷനെ റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രം, അല്ലേ, ഒരു റെഫറൻസ് പ്രോസസ്സിന് വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പാസ്റ്റിലോട്ട് പോയാൽ മതി. അല്ലാതെ പാസ്റ്റിനെ പറ്റി ഓർത്ത് എപ്പോഴും പാസ്റ്റിൽ ജീവിക്കുന്ന ഒരു പരിപാടി വേണ്ട. പാസ്റ്റിനൊരു റെഫറൻസ് ആയിട്ട് മാത്രം കാണുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ സമയത്ത് മാത്രം, ഓൺലി വെൻ ഇറ്റ് ഇസ് അബ്സല്യൂട്ട്ലി റെലവെന്റ് ടു ദ പാസ്റ്റ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വരുന്ന സമയത്ത് മാത്രം, ആ റെലവൻസ് ഉള്ളപ്പോൾ മാത്രമേ നിങ്ങൾ പാസ്റ്റിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഇപ്പോൾ പാസ്റ്റിനെ പറ്റി ചിന്തിച്ച് വെറുതെ സമയം കളയരുത്. ഫീൽ ദ പവർ ഓഫ് ദിസ് മൊമെന്റ്. ഈ മൊമെന്റിനെ പറ്റി ചിന്തിക്കുക. ആൻഡ് ഫുൾഫിൽമെന്റ് ഓഫ് ബീങ് യുവർ പ്രസൻസ്. ആർ യു വറീഡ്? ഡു യു ഹാവ് മെനി വാട്ട് ഇഫ് തോട്ട്സ്? വാട്ട് ഇഫ് ഇങ്ങനെയായിരുന്നെങ്കിൽ, വാട്ട് ഇഫ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിലാണ്. യു ആർ ഇൻ എ ഡേഞ്ചറസ് പൊസിഷൻ. ആക്ച്വലി യു ആർ ഇൻ ഡേഞ്ചർ. യു ആർ ഐഡന്റിഫൈഡ് വിത്ത് യുവർ മൈൻഡ് which is projecting itself to an imaginary future situation and creating fear. നമ്മളുടെ പ്രശ്നം എന്ന് വെച്ചാൽ മൈൻഡ് ആകെപ്പാടെ നമ്മൾ ഇമാജിനറി സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോയിരുന്നു, അങ്ങനെ ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്, ആൻസൈറ്റി എന്ന് പറയുന്നത്. There is no way that you can cope with such a situation. നമുക്ക് ഒരു അവസ്ഥയിൽ ഇതിനെ കോപ്പ് ചെയ്യാൻ, അല്ലേ, ഇതിനെ കോപ്പ് ചെയ്യാൻ, ഇതിനെ നമ്മൾ മാനേജ് ചെയ്യാൻ, അല്ലേ, ഇതിനൊന്ന് സർവൈവ് ചെയ്യാൻ നമുക്ക് വേറൊരു വഴിയില്ല. എന്താ ഒരു വഴി? ബിക്കോസ് ഇറ്റ് ഡസന്റ് എക്സിസ്റ്റ്. അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല, അല്ലേ. ഫ്യൂച്ചർ വരുമ്പോഴല്ലേ ഉള്ളൂ. വരുന്നതിന് മുമ്പ് നമ്മൾ ഫ്യൂച്ചറിനെ എങ്ങനെ നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുക? ഇറ്റ്സ് എ മെന്റൽ ഫാൻറ്റം. അതൊരു മെന്റൽ ഫാൻറ്റമാണ്. നമ്മുടെ മനസ്സിന്റെ വെറും തോന്നല, മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെൽഫാണ്. ഇറ്റ്സ് എ മെന്റൽ ഫാൻറ്റം. യു ക്യാൻ സ്റ്റോപ്പ് ദിസ് ഹെൽത്ത് ആൻഡ് ലൈഫ് കൊറോഡിങ് ഇൻസാനിറ്റി സിംപ്ലി ബൈ അക്നോളജിങ് ദ പ്രസന്റ് മൊമെന്റ്. അത്രേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ നമ്മുടെ പ്രസന്റിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഗതികൾ. നമ്മുടെ ഹെൽത്തിനെ ഡിറ്റീരിയറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ, ആൻഡ് ലൈഫിനെ കൊറോഡ് ചെയ്തുകൊണ്ടിരിക്കുക, നശിപ്പിക്കുക. അങ്ങനത്തെ ഒരു ഇൻസാനിറ്റിയാണ് ശരിക്കും ഇത്, അവിശുദ്ധിയാണിത്. അപ്പോൾ ഇതിനെ വെറുതെ നമുക്ക് കളയാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. യു ഹാവ് ടു അക്നോളജ് ദ പ്രസന്റ് മൊമെന്റിനെ അക്നോളജ് ചെയ്യുക, വെൽക്കം ചെയ്യുക. ബിക്കം അവെയർ ഓഫ് യുവർ ബ്രീതിങ്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, അല്ലേ. ഞാൻ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ഐ ആം അലൈവ്, ഓക്കെ, ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് വിശ്വസിക്കുക. നിങ്ങളെ ഫീൽ ദ എയർ ഫ്ലോയിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് യുവർ ബോഡി. ഫീൽ യുവർ ഇന്നർ എനർജി ഫീൽഡ്. ഓൾ ദറ്റ് യു എവർ ഹാവ് ടു ഡീൽ വിത്ത്, കോപ്പ് വിത്ത് ഇൻ റിയൽ ലൈഫ് ആസ് ഒപ്പോസ് ടു ഇമാജിനറി മൈൻഡ് പ്രൊജക്ഷൻസ് ഈസ് ദിസ് മൊമെന്റ്, അല്ലെ. ഇമാജിനറി മൈൻഡ് പ്രൊജക്ഷൻസിനെയൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൊമെന്റ് ആണ്. ആ ഈ ഒരു മൊമെന്റിനെ നിങ്ങൾ എംബ്രേസ് ചെയ്യാം. ആസ്ക് യുവർ സെൽഫ് വാട്ട് പ്രോബ്ലം യു ഹാവ് റൈറ്റ് നൗ. ഇപ്പം എന്താ നിന്റെ പ്രശ്നം? നാളത്തെ കാര്യമല്ല, നോട്ട് നെക്സ്റ്റ് ഇയർ, നോട്ട് ടുമോറോ, നോട്ട് 5 minutes ഫ്രം നൗ. 5 minutes കഴിയുമ്പോൾ പ്രശ്നം വരുമായിരിക്കുമോ, നാളെ വന്നാലോ, നെക്സ്റ്റ് ഇയർ വന്നാലോ, അത് അപ്പോഴല്ലേ, അപ്പം ആലോചിക്കാം. ഇപ്പം നിനക്ക് എന്താ പ്രശ്നം, ഇപ്പോഴത്തെ പ്രശ്നം പറ എന്ന് ചിന്തിക്കുക. വാട്ട്സ് റോങ് വിത്ത് ദിസ് മൊമെന്റ്? ഈ മൊമെന്റിൽ എന്താ പ്രശ്നം? യു ക്യാൻ ഓൾവേസ് കോപ്പ് വിത്ത് നൗ, ബട്ട് യു ക്യാൻ നെവർ കോപ്പ് വിത്ത് ദ ഫ്യൂച്ചർ, ഓർ നോർ ഡു ഹാവ് ടു. അതിൻ്റെ ആവശ്യമില്ല, അല്ലേ. പിന്നത്തെ കാര്യത്തെ പറ്റി ചിന്തിക്കരുത്. ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഇപ്പം സൊല്യൂഷൻ എന്തെങ്കിലും കണ്ടെത്താനുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഗോ ഫോർ ദാറ്റ്. Don't think about ഫ്യൂച്ചറിൽ വരുമ്പോഴല്ലേ അത് അപ്പം ആലോചിക്കാം. The answer, the strength, the right action or the resource will be there when you need it, not before, not after. പിന്നെയല്ല, മുൻപുമല്ല, ഇവിടെ ഇപ്പം ഈ ഒരു മൊമെന്റിലാണ് ഉള്ളത്. റിസോഴ്സ് എപ്പോഴും നമ്മളുള്ളത്. റൈറ്റ് ആക്ഷൻ, റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്, നമ്മുടെ മൊമെന്റിലുണ്ട്, ആ മൊമെന്റിലാണ്. And the next paragraph is about gratitude for the present moment. Oh, ഇപ്പം ഞാൻ സന്തോഷമായിട്ടിരിക്കുകയാണ്. You have to be like grateful ആയിരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് നിനക്ക് വേണം, നന്ദി വേണം, അല്ലെ. ഗ്രേറ്റ്ഫുൾ ആയിരിക്കാം. എന്തിനെ പറ്റി ഓർത്തിട്ടാ? പ്രസന്റ് മൊമെന്റിനെ പറ്റി ഓർത്തിട്ട്. ആൻഡ് ദ ഫുൾനെസ് ഓഫ് ലൈഫ് നൗ ഇസ് ട്രൂ പ്രോസ്പെരിറ്റി. പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞ സാധനം എന്താ? ഫുൾനെസ് ഓഫ് ലൈഫ്. കംപ്ലീറ്റ് ലൈഫിന്റെ ഫുൾനെസ് ആണ് ശരിക്കും ട്രൂ പ്രോസ്പെരിറ്റി. അപ്പൊ ട്രൂ പ്രോസ്പെരിറ്റി എവിടെ ലൈ ചെയ്യുന്നതൊക്കെ ചോദ്യം വന്നായിരുന്നു, അല്ലേ. ഇറ്റ് കനോട്ട് കം ഇൻ ദ ഫ്യൂച്ചറിൽ വരാൻ പറ്റില്ല. Then in time the prosperity manifests for the various ways. If you are dissatisfied with what you have got, or even frustrated or angry about your present lack, that may motivate you to become richer. But even if you do take millions, you will
continue to experience an inner condition of lack, and deep down you will continue to feel unfulfilled. പ്രശ്നം എന്താണെന്നറിയോ, നമ്മളിങ്ങനെ ഡെസ്പെറേറ്റ് ചെയ്തിട്ട് ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ എത്രയ്ക്ക് പ്രോസ്പെരിറ്റി നമുക്ക് ഉണ്ടായിട്ടും ട്രൂ പ്രോസ്പെരിറ്റി ഉണ്ടാവില്ല. അതാണ് അടുത്ത പ്രശ്നം. നമുക്ക് എന്തുണ്ടോ അതിന് നന്ദി ഉണ്ടാവണം നമുക്ക്. കാരണം ട്രൂ പ്രോസ്പെരിറ്റി നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഫുൾഫിൽമെന്റ് ഉണ്ടാവുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കും. എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണ്, എന്തുണ്ടെങ്കിലും ഞാൻ ദേഷ്യ ആംഗ്രി ആയിരിക്കും. കാരണം പ്രസന്റിൽ എന്തൊക്കെയോ ലാക്ക് ചെയ്യുന്നുണ്ടെന്നൊരു തോന്നലാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും റിച്ചർ ആവണം എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ പിന്നെ മില്യൺസ് മേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടും. അങ്ങനെ ഇന്ന കണ്ടീഷനിൽ എന്തോ കുറവുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. ആൻഡ് ഡീപ്പ് ഡൗൺ നമുക്ക് എപ്പോഴും തോന്നും വി ആർ അൺഫുൾഫിൽഡ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു പ്രശ്നം നമ്മളെ ആകെപ്പാടെ അങ്ങ് വലയ്ക്കും, നമ്മുടെ ഹെൽത്ത് ഒക്കെ കളയും. യു മേ ഹാവ് മെനി എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ദാറ്റ് മണി ക്യാൻ ബൈ. ഒരുപാട് പൈസ കൊടുത്ത് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും അല്ലേ. ബട്ട് ദേ വിൽ കം ആൻഡ് ഗോ, ഓൾവേസ് ലീവ് യു വിത്ത് ആൻ എംപ്റ്റി ഫീലിംഗ്. അത് വന്നു പോകും അല്ലേ. അത് കഴിയുമ്പോൾ നമുക്കൊരു എംപ്റ്റി ഫീലിംഗ് ആണ്, എന്തോ വന്ന് പെട്ടെന്ന് വലിയൊരു മഴ പെയ്ത് തോർന്ന പോലെ തോന്നും. ആൻഡ് ദ നീഡ് ഫോർ ഫ്യൂച്ചർ ഫിസിക്കൽ ഓർ സൈക്കോളജിക്കൽ ഗ്രാറ്റിഫിക്കേഷൻ. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഫ്യൂച്ചറല്ല ഫെർദർ, പിന്നെ നമുക്കൊരു ഫിസിക്കൽ സൈക്കോളജിക്കൽ ഗ്രാറ്റിഫിക്കേഷൻ ഇതിനു വേണ്ടി നമ്മളിങ്ങനെ തുടിക്കും. അതാണ് ഒരു പ്രശ്നം. എന്തോ വന്നൊരു ഹോള് വന്ന് നമ്മുടെ ലൈഫിൽ ഒരു ഓട്ട വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. യു വോണ്ട് അബൈഡ് ഇൻ ബീയിങ് ആൻഡ് സോ ഫീൽ ദ ഫുൾനെസ് ഓഫ് ലൈഫ് നൗ ദറ്റ് അലോൺ ഇസ് ട്രൂ പ്രോസ്പെരിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ ഒരു കാര്യം അറിയാം, ഇപ്പം ഈ ഒരു മൊമെന്റ് മാത്രമാണ് ട്രൂ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിന് മുമ്പുള്ളതൊന്നും അല്ലെ ഇനി വരാൻ പോകുന്നതൊന്നും അല്ല ട്രൂ പ്രോസ്പെരിറ്റി എന്ന് പറയുകയാണ്. സോ മൂവിങ് ടു ദ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ പാസേജ്, പാസ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഓൺലി ഇൻ ദാറ്റ്. നോക്കാം, ഇപ്പം നമ്മൾ വായിച്ചു വിട്ട് ആ പാസേജ് വായിക്കാൻ ഞാനിപ്പോൾ നിങ്ങളെ കൊണ്ട് നമ്മൾ വായിക്കും, നമ്മൾ 10 മിനിറ്റ്സിൽ ഏറെ നമ്മൾ ആ പാസേജ് എടുത്തു, ഒരു 13 മിനിറ്റ്സിലൂടെ നമ്മൾ ആ പാസേജ് വായിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാസേജ് സിമ്പിളാണ്, പക്ഷേ അല്ല ക്വസ്റ്റ്യൻസ് ഓരോന്നും നമ്മൾ വായിച്ച് അനലൈസ് ചെയ്താൽ പോയത്. നിങ്ങളും ഇതുപോലെ തന്നെ വായിച്ചു വിടണം, വായിച്ചിട്ട് അതിനെപ്പറ്റി ആലോചിക്കണം. ഞാനിപ്പോൾ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ടൈമിലൊരു ഇത് പറഞ്ഞു, എന്താ പറയുക, ഡിസ്ക്രിപ്ഷൻ അതിൽ തന്നു. അതേപോലെ നിങ്ങൾ വായിച്ചതിനെ അനലൈസ് ചെയ്യണം. അതാണ് 5 സെൻറ്റൻസ് കഴിയുമ്പോൾ ലൈൻ കഴിയുമ്പോൾ നമ്മൾ വായിക്കുക എന്നുള്ളത്. അപ്പോൾ നോക്കാം, പാസ്റ്റിൽ പറയുന്നത് എങ്ങനെയാണ്, പാസ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഓൺലി ഇൻ ദാറ്റ്. എന്തിനാ പാസ്റ്റ് ഇമ്പോർട്ടൻസ്, പാസ്റ്റിന് എപ്പോഴാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഇറ്റ് ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് മെമ്മറീസ്. ഓർമ്മകളുടെ ഇത് കാര്യമാണ്, പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റോർ ഹൗസ് ഓഫ് മെമ്മറിനെ പറ്റി പാസേജ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല, ഡിസ്ക്രിപ്ഷൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഡിഫറെൻറ്റ് സോർട്സ് ഓഫ് ഫീലിംഗ്സ് എമനേറ്റ് ഫ്രം ഇറ്റ്. പല സോഴ്സ് ഓഫ് ഫീലിംഗ്സും പാസ്റ്റിൽ നമുക്ക് കൊണ്ടുവരും എന്നുള്ളത്. പാസ്റ്റ് നമുക്ക് ഒരുപാട് ഫീലിംഗ്സ് കൊണ്ടുതരും എന്നുള്ള കാര്യമൊന്നും അവിടെ പറയുന്നില്ല. ഇറ്റ് ഹാസ് എ റെഫറൻഷ്യൽ വാല്യൂ. റെഫറൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു വാല്യൂ അതിനുണ്ട്. ഇറ്റ് വിഡ്രോസ് അവർ അറ്റൻഷൻ. നൺ ഓഫ് ദീസ്. നമുക്കൊന്ന് ബാക്കിലോട്ട് പോകാം. നമ്മുടെ ആദ്യത്തെ ഇത് നമ്മൾ പാസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. ആർ യു സ്ട്രെസ്ഡ്, ആർ യു ഇൻ ദ ഫ്യൂച്ചർ, ഹാവ് എ വിക്ടിം സ്റ്റോറി, ഡ്രെഡ്ഫുൾ തിങ്സ് ദാറ്റ് യു ഹാവ് ഡൺ ടു യു. അല്ല, അതല്ല, അതൊക്കെ കാര്യങ്ങളെ പറ്റിയാണ്. പാസ്റ്റിനെ പറ്റി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡോണ്ട് ബി, ഈ ഒരു പാസേജിലാണ് പറയുന്നത്, ഡോണ്ട് ബി സ്റ്റക്ക് ഇൻ ദ പാസ്റ്റ് എവറി മൊമെന്റ്. പാസ്റ്റിൽ, ഫ്യൂച്ചറിനെ പറ്റിയല്ലോ, പിന്നെ പാസ്റ്റിനെ പറ്റിയാണ് പറയുന്നത് ഇവിടെ. ഈ പാരഗ്രാഫിൽ പാസ്റ്റിൽ സ്റ്റക്ക് ആയിട്ടിരിക്കരുത്. യു ഡോണ്ട് നീഡ് ഇറ്റ്, അതിൻ്റെ ആവശ്യമില്ല. ഓൺലി റെഫർ ടു ഇറ്റ് വെൻ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റെലവെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ തോട്ട്സിനെ പറ്റി ഇങ്ങനെ വാട്ട് ഇഫ് തോട്ട്സ് വരാറുണ്ടോ, ഇമാജിനറി സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ടോ എന്നൊക്കെ പറയുന്നുള്ളൂ അല്ലേ, അല്ലാതെ ഇല്ല. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം എന്താ നമുക്ക് നോക്കാൻ പറ്റുന്നത്? ഓഫ് കോഴ്സ് റെഫറൻഷ്യൽ വാല്യൂ അല്ലേ. റെഫറൻസിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താം. കുറച്ചൊരു ചിന്തിക്കണം, എന്നാലും റെഫറൻസിന് വേണ്ടി മാത്രമേ പാസ്റ്റിനെ ഉപയോഗിക്കാവുള്ളൂ എന്നാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് വേറെ ഒന്നിലോട്ട് വരണം, എന്താ ആൻസറിലോട്ട് എത്താം? ഇറ്റ് ഹാസ് എ റെഫറൻഷ്യൽ വാല്യൂ എന്നുള്ളതിൽ വന്നാൽ മതി. ദാറ്റ് ഈസ് ദി ആൻസർ അല്ലേ. അതിൻ്റെ റെഫറൻഷ്യൽ വാല്യൂ ഉണ്ട് എന്ന് പറയുന്ന ഒരു ആൻസറിലോട്ട് എത്തുന്നതാണ് ദ റൈറ്റ് ഓപ്ഷൻ ഐ ഗെസ് അല്ലേ. അതല്ല അവിടുത്തെ കറക്റ്റ് ആൻസറിലോട്ട് നമുക്ക് വരാം. റെഫറൻഷ്യൽ വാല്യൂ ഉണ്ടെന്ന് പറയാം. ഓക്കെ, റെഫറൻസിന് വേണ്ടി മാത്രം നമ്മൾ പാസ്റ്റ് ഉപയോഗിച്ചാൽ മതി. ഓൺലി ഇമ്പോർട്ടൻറ്റ് ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഓൺലി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഒരേ ഒരു ഇമ്പോർട്ടൻസ് റെഫറൻസിന് വേണ്ടി മാത്രം പാസ്റ്റിന് എടുത്താൽ മതി എന്നാണ് കൊടുത്തേക്കുന്നത്. സോ അവിടെ ക്യാൻസറിലോട്ട് വരാമല്ലോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ റിയൽ റിച്ച്നെസ് അക്കോർഡിംഗ് ടു പാസേജ് ലൈസ് ഇൻ. നമ്മൾ റിച്ച് ആയിട്ടിരിക്കുന്ന ഏതൊരു സമയത്താണ്? അവയർനെസ് ഓഫ് ദ സെൽഫ്, റിലീവിങ് ദ സ്ട്രെസ്, സൈക്കോളജിക്കൽ ഗ്രാറ്റിഫിക്കേഷൻ, ഗ്രേറ്റ്ഫുൾ അവയർനെസ് ഓഫ്. അതായത് ഗ്രേറ്റ്ഫുൾ അവയർനെസ് നമുക്കൊരു ഏത് സമയത്താണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മൾ ട്രൂ ആയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ റിച്ച്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്ന എപ്പോഴാണെന്നാണ് ഓദർ ചോദിച്ചേക്കുന്നത്. റിയൽ റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന എപ്പോഴാണ് നമുക്ക് ഓദർ പറഞ്ഞ അനുസരിച്ച് നമുക്കൊന്ന് ബാക്കിലോട്ട് പോയി നോക്കാം. എവിടെയാണ് ട്രൂ പ്രോസ്പെരിറ്റിയെ പറ്റി പറയുന്നുണ്ട് അല്ലേ. ട്രൂ പ്രോസ്പെരിറ്റിയെ പറ്റി ഓദർ പറയുന്നുണ്ട്, നമുക്ക് അതിലോട്ട് നോക്കാം. യെസ്,
Gratitude for the present. That's true prosperity. Real richness is true. True real richness. Prosperity is rich. Rich is real richness. That's true prosperity. Gratitude for the present moment. I have a sentence complete. Yes. Grateful awareness of present. Answer. Okay. ഇവിടെ ഒരു none of these കൂടെ വരുന്നുണ്ട്. എപ്പോഴും none of these ഉണ്ട്. ഞാനത് ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ. Awareness of the self, relieving the stress, psychological gratification, grateful awareness of the present. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് gratitude for the present moment and the fulfillment of the life now is true prosperity. അതാ പറയുന്നത് പ്രസന്റ് മൊമെന്റിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പം നമ്മളായിരിക്കുന്നതിൻ്റെ ആ ഫുൾഫിൽനെസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫ്, ആ പ്രസന്റിലായിരിക്കുന്ന ഫുൾഫിൽനെസ് നമ്മൾ സ്വീകരിക്കുന്നത്, അതിനാണ് റിയൽ റിച്ച്നെസ് എന്ന് പറയുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. ദാറ്റ് മാനിഫെസ്റ്റ് ഇൻ വെരി വേസ്. ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ സ്വീകരിച്ചാലും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, ലാക്ക് ചെയ്യും, നമുക്ക് എത്ര വന്നാലും അൺഫുൾഫിൽഡ് ആയിട്ട് തോന്നുമെന്നാണ് ഇവിടെ ഓതർ പറഞ്ഞേക്കണേ. അപ്പം നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം നോക്കിക്കേ. Awareness of the self. Okay, awareness of the self, relieving the stress, psychological gratification, grateful awareness of the present. പ്രസന്റിലായിരിക്കും. സെൽഫിനെ പറ്റി ആയിരിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, പ്രസന്റിലായിരിക്കുക. അതാണല്ലോ ഈ ഇതിൽ മൊത്തത്തിൽ പറയുന്നത് അല്ലേ. ഈ ഒരു പാസേജിൽ മൊത്തത്തിൽ ഓതർ പറയുന്നത് അതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് എത്താം. ദി ഗ്രേറ്റ്ഫുൾ അവയർനെസ് ഓഫ് ദ പ്രസന്റ്. എല്ലാവർക്കും അത് കിട്ടിക്കാണുമല്ലോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. An obsession with the past makes us dash, older faster, mentally unstable, worried, feel dissatisfied, none of these. നമ്മൾ നേരത്തെ നോക്കിയ പാസേജിൽ കറക്റ്റായിട്ട് കൊടുത്തൊരു കാര്യമാണ്. യെസ്. നോക്കിക്കേ, ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു the great things that you okay. നിങ്ങൾ പാസ്റ്റിനെ പറ്റി, ഡസ് ദ പാസ്റ്റ് തിങ് ടേക്ക് അപ്പ് ടു മച്ച് ഓഫ് യുവർ ടൈം? ഒരുപാട് സമയം നിങ്ങൾക്ക് പാസ്റ്റ് തിങ്സ് നിങ്ങളെ പറ്റി ആലോചിച്ച് പാസ്റ്റ് നിങ്ങളുടെ ഒരുപാട് സമയം, ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം, അറ്റൻഷൻ നിങ്ങളുടെ അടുത്ത് കളയാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് പറയുന്നത് നിങ്ങൾ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് അതിനെ പറ്റി ചിന്തിക്കുന്നുണ്ടോ, വിക്ടിം സ്റ്റോറി, ഡ്രെഡ്ഫുൾ തിങ്സിനെ പറ്റി ചെയ്തത്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തത്, റിസമെന്റ്, ഗിൽഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? then you're not reinforcing a false sense of self. Not only അത് മാത്രമല്ല, but also help to accelerate your body's aging process by creating an accumulation of past in your psyche. ഇവിടെ പറഞ്ഞല്ലേ, പാസ്റ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ, ഒബ്സഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറ്റണേ? ഫീൽ ഡിസാറ്റിസ്ഫൈഡ് ആണോ? പഴയ കാലത്ത് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നും അല്ലേ, വറീഡ് ആയിട്ട് തോന്നും. പാസ്റ്റിനെ പറ്റി വരുമ്പോൾ വറീഡ് ആയിട്ട് തോന്നും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ വറീനേക്കാളും കൂടുതൽ എന്താ, നമ്മളെ ഒബ്സഷൻ വിത്ത് പാസ്റ്റ് എന്താ നമുക്ക് വരുന്നത്? നമ്മളെ ഏജിങ് ഫാസ്റ്റർ ആയിരുന്നു, ആക്സിലേറ്റ് യുവർ ഏജിങ് പ്രോസസ് അല്ലേ. അപ്പം ആൻസർ എന്താ പറയണ്ടേ? ഏജിങ് പ്രോസസ്. യു ഫീൽ ഓൾഡർ ഫാസ്റ്റർ. പെട്ടെന്ന് എനിക്ക് തോന്നുവാണ്, ഒരുപാട് പെട്ടെന്ന് നമ്മൾ വയസ്സാവാണ്. അതാ പറയുന്നത്, നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയില്ലേ, തൊട്ടടുത്തുള്ള ആൾക്കാരും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, തൊട്ടടുത്തുള്ള ആൾക്കാരിലോട്ടും കൂടെ നോക്ക്. വെരിഫൈ ദിസ് വിത്ത് യുവർ പീപ്പിൾ അറൌണ്ട് യു. ഹോൾഡ് ഓൺ ടു ദ പാസ്റ്റ്. അങ്ങനെയുള്ള ഒരു ഹോൾഡ് ഓൺ ടു പാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് നിങ്ങളൊന്ന് റെഫറൻസ് നോക്ക്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു ഇത് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ലുക്ക് അറ്റ് ദറ്റ്. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അത് അടുത്തോട്ട് വരാം, നോക്കിക്കോ. Which one of the conditions is not create ചെയ്തിട്ടില്ല when there is prosperity without satisfaction? ലൈഫിൽ പ്രോസ്പെരിറ്റി ഉണ്ടാവുകയാണ് when there is prosperity. സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ പ്രോസ്പെരിറ്റി ലൈഫിൽ വരുമ്പോൾ ക്രിയേറ്റ് ചെയ്യാത്ത കണ്ടീഷൻസ് ഇതിൽ ഒരെണ്ണം ഉണ്ട്. അതേതാ? ഫീലിംഗ് ഓഫ് എംപ്റ്റിനെസ് ആണോ, എ ഫോൾ സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി ആണോ, എ സെൻസ് ഓഫ് ലാക്ക് ആണോ, ഓൾ ഓഫ് ദീസ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാവുക പക്ഷെ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇല്ലാത്ത കാര്യം എന്താ? അതിന് അങ്ങനെ സമയത്ത് ഉള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇല്ലാത്ത എന്താണെന്നുള്ള ഉള്ളത് എന്താണെന്നുള്ളത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വരും. നോക്കി ഉള്ളത് എന്താ നമ്മുടെ ലൈഫിൽ നോക്കി, നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളുടെ ട്രൂ പ്രോസ്പെരിറ്റി അവിടെ നോക്കാം. അവിടെ നമുക്കൊരു ഫുൾഫിൽനെസ്, പ്രസന്റ് മൊമെന്റിനെ പറ്റിയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ട്രൂ പ്രോസ്പെരിറ്റി ഇല്ലാതെ വരുന്നത്. അപ്പോൾ അവിടെ എന്താ വരുന്നത്? ഫ്യൂച്ചറിനെ പറ്റി ഓർത്ത് നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പല വേസിൽ അത് വരും. യു ആർ ഡിസാറ്റിസ്ഫൈഡ്,
frustrated, angry about your present lack, എന്തോ ലാക്ക് ചെയ്യുന്നു തോന്നുവാണ്, and you motivate yourself to become richer, then you make millions, continue experience inner conditions of lack, വീണ്ടും deep down you feel unfulfilled. ഇതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിലാണ് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മണി എത്ര പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാണ്, യു ഫീൽ ആൻ എംപ്റ്റി ഫീലിംഗ് വരുവാണ്, ഫിസിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് തോന്നുവാണ് നമുക്ക് പിന്നെ അങ്ങനെ എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ ട്രൂ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ലൈഫിൽ ഒരു ഫുൾഫിൽനെസ് ഇല്ലാണ്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ നൗ ആണ് നമുക്ക് പ്രസന്റ് ആണ് ഇവിടുത്തെ ട്രൂ പ്രോസ്പെരിറ്റി എന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് അത് നമ്മളിവിടെ വായിച്ചു കഴിഞ്ഞാണ്. ഇവിടെ നോക്കിക്കേ, എംപ്റ്റിനെസ്, ലാക്ക് തോന്നുന്നു അല്ലേ, ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫീലിംഗ് ഓഫ് എംപ്റ്റിനെസ് ക്രിയേറ്റ് ചെയ്യും, സെൻസ് ഓഫ് ലാക്ക് ക്രിയേറ്റ് ചെയ്യും. ഓൾ ഓഫ് ദീസ് അപ്പോൾ പറ്റില്ല, നൺ ഓഫ് ദീസും പറ്റില്ല. എ ഫോൾസ് സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി, ഒരു ഫോൾസ് സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റിയെ പറ്റി അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ഇവിടെ പറയുന്നില്ല. ഇല്ല, അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാത്ത കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്തു പറയാം ഇതാണ്, എ ഫോൾസ് സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി. ബാക്കിയെല്ലാം ഉണ്ട്, ഇത് മാത്രമേ ഇല്ലാത്തുള്ളൂ. അപ്പോൾ നോട്ട് ക്രിയേറ്റഡ്, ഞാൻ പറഞ്ഞു ഇത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളതിൽ നിന്ന് ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയണം. ഉള്ളതിൽ നിന്ന് ഇല്ലാത്തൊരു കാര്യം ഇത് മാത്രമേ, ഫോൾസ് സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി. അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ, എ ഫോൾസ് സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി എന്നുള്ളതാണ് നമ്മൾ ആൻസർ വരെ. ഓക്കെ, കത്തിയല്ലോ. എംപ്റ്റിനെസ് ഫീൽ ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് സെൻസ് ഓഫ് ലാക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഓൾ ഓഫ് ദീസ് നൺ ഓഫ് ദീസ് എന്തായാലും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ഓൾറൈറ്റ്, ക്ലിയർ ആയല്ലോ അതിലോട്ട് വരുമ്പോൾ. അപ്പോൾ അടുത്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് അപ്രിഹെൻഷൻ അബൌട്ട് ദ ഫ്യൂച്ചർ ഇസ് മിസ്ലീഡിംഗ് ഇസ് ബെസ്റ്റ് എക്സ്പ്രസ് ബൈ. അപ്രിഹെൻഷൻ അബൌട്ട് ദ ഫ്യൂച്ചർ, ഫ്യൂച്ചറിനെ പറ്റിയുള്ള ആൻസൈറ്റി മിസ്ലീഡിംഗ് ആണെന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ആ വാക്ക് ഏതാ? ഇമാജിനറി ഫ്യൂച്ചർ ആണോ, മെന്റൽ ഫാൻറ്റം ആണോ, ഫോൾസ് സെൻസ് ഓഫ് സെൽഫ് ആണോ, ലൈഫ് പൊറോഡിങ് ഇൻസാനിറ്റി ആണോ? നമുക്കിവിടെ കൊടുത്തേക്കുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ കൊടുത്തേക്കുന്ന വാക്കുകളെല്ലാം നോക്കാം. ഇമാജിനറി ഫ്യൂച്ചർ എന്ന വാക്കുണ്ട്, ഫോൾസ് സെൻസ് ഓഫ് സെൽഫ് എന്നുള്ള വാക്കുണ്ട്, അതുപോലെ തന്നെ ലൈഫ് കൊറോഡിങ് ഇൻസാനിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ വാക്കുകളിൽ ഏതാ ഇവിടെ കൊടുത്തേക്കുന്നത്? ഫ്യൂച്ചർ, അപ്രിഹെൻഷൻ ഓഫ് ഫ്യൂച്ചർ മിസ്ലീഡിംഗ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന ഏതാ നോക്കാം. ബാക്കിലോട്ട് പോകണം അല്ലേ, ഇവിടെ ബാക്കിലോട്ട് നമ്മൾ പോകണം. ഫ്യൂച്ചറിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? ഫ്യൂച്ചറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഫിയർ നമ്മുടെ മനസ്സിലുണ്ടാവുന്നു. ദർ ഇസ് നോ വേ ദാറ്റ് യു ക്യാൻ കോപ്പ് വിത്ത് സച്ച് എ സിറ്റുവേഷൻ ബിക്കോസ് ഇറ്റ് ഡസൻ എക്സിസ്റ്റ്, ഇറ്റ് ഇസ് എ മെന്റൽ ഫാൻറ്റം. വേറെ ഒന്നും വേണ്ട, അങ്ങ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ സാധനം ഇല്ല, അത് വരാൻ പോകുന്നേ ഉള്ളൂ. അതിൻ്റെ മറ്റൊരു പേരാണ് മെന്റൽ ഫാൻറ്റം, ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫ്യൂച്ചറിനെ പറ്റി പറയുന്നതാണ് മെന്റൽ ഫാൻറ്റം, അല്ലാതെ ഫോൾസ് സെൻസ് ഓഫ് സെൽഫ് എന്നൊക്കെ പറയുന്നത് ഇവിടെയല്ല. ഫോൾസ് സെൻസ് ഓഫ് സെൻസ് പറയുന്നുണ്ട്, അതെപ്പോഴാണ്? പാസ്റ്റിനെ പറ്റി പറയുമ്പോഴാണ്. ഫ്യൂച്ചറിനെ പറ്റി പറയുമ്പോൾ ഫോൾസ് സെൻസ് ഓഫ് സെൽഫ് അല്ല, പാസ്റ്റിനെ പറ്റി പറയുമ്പോഴാണ് നമുക്ക് വയസ്സ് കൂടുതലാവുന്നതും നമ്മളൊരു ഫോൾസ് സെൻസ് ഓഫ് സെൽഫ് ക്രിയേറ്റ് ചെയ്യുന്നതും. ഫ്യൂച്ചറിനെ പറ്റി പറയുമ്പോൾ നമ്മളൊരു മെന്റൽ ഫാൻറ്റം, ഇല്ലാത്തൊരു സ്ഥാനത്ത് നമ്മൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക, മനസ്സിന്റെ തോന്നലാണെന്ന് പറയുക. സോ ദാറ്റ് ഈസ് മെന്റൽ ഫാൻറ്റം. ഒറ്റ വാക്കല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണിത്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റൻ്റെ രീതിയിൽ പെടുത്താം. അവിടെ ആ വേർഡ് കറക്റ്റായിട്ട് ഡയറക്റ്റ് പാസേജ് കൊടുത്തിട്ടുണ്ട്. സോ ബി ഈസ് ദി ആൻസർ. എത്തിയല്ലോ, അത് കറക്റ്റായിട്ട് പറ്റില്ലേ, ആൻസറിലോട്ട് വന്നില്ലേ. അടുത്ത് നോക്കിക്കേ, which one of the following statements is not true according to the passage? ഈ പാസേജ് കൊടുത്തതിൽ ട്രൂ അല്ലാത്തത് ഏതാ നോക്കാം. We generally live in the past and future. നമ്മൾ കൂടുതലും ഫ്യൂച്ചറിൽ അല്ല, പാസ്റ്റിലും ഫ്യൂച്ചറിലും ജീവിക്കുന്നത്. അത് കറക്റ്റ്, അത് നമ്മുടെ പാസേജ് ഓതർ പറഞ്ഞു. ആദ്യം മുതൽ നമ്മളിപ്പോൾ വായിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത് നോട്ട് ട്രൂ ആകുമ്പോൾ അല്ലാത്തതിനെ ഡിലീറ്റ് ചെയ്ത് ഓപ്ഷൻ കണ്ടുപിടിക്കാം. തിങ്കിങ് ഒബ്സെസീവ്ലി ഓഫ് ദ ഫ്യൂച്ചർ മേക്സ് us oblivious of the present. സത്യം, oblivious എന്ന് പറഞ്ഞാൽ forgetful. നമ്മൾ ഒരുപാട് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ഒബ്ലീവിയസ് ആയി മാറുകയാണ്, ഫൊർഗെറ്റ്ഫുൾ ആയി മാറും. എന്തിനെ പറ്റി? പ്രസന്റിനെ പറ്റി നമ്മൾ മറന്നു പോകുന്നു. കറക്റ്റാണ്, അതും നമ്മുടെ ഓതർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫീലിംഗ് എമിനേറ്റിംഗ് ഫ്രം പാസ്റ്റ് ഇവൻറ്റ്സ് ആർ റിവീലിംഗ്. പാസ്റ്റിൽ നിന്ന് എമിനേറ്റ് ചെയ്യുന്ന എമേർജ് ചെയ്യുന്ന എമേർജിങ് ആയിട്ടുള്ള കുറേ ഈവൻറ്റ്സ് നിന്ന് ഫീലിങ്സ് എമേർജ് ചെയ്യുന്ന ഫീലിങ്സ് നമ്മൾ റിവീലിംഗ് ആയിട്ട് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കും. പ്രസന്റ് ഹോൾഡ്സ് ദ കീ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത്? പ്രസന്റ് ഹോൾഡ്സ് കീ എന്നും പറയുന്നുണ്ട്. പ്രസന്റ് ആണ് കീ എന്നെടുത്ത് ഓതർ പറയുന്നുണ്ട്. അപ്പോൾ നൺ ഓഫ് ദീസ് അല്ല. ഫീലിംഗ് എമിനേറ്റ് ഫ്രം ദ പാസ്റ്റ് റിവീൽ ചെയ്യപ്പെടുന്ന കാര്യം, നമുക്ക് കണ്ണ് തുറപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം പാസ്റ്റ് പറഞ്ഞു തരുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ.
ഇല്ല. പാസ്റ്റിന് ഇവിടെ ഈ സാധാരണ നമ്മൾ പാസ്റ്റ് ഒരുപാട് കാര്യം ഇതേപ്പറ്റി പറയുന്നതായിട്ട് വേറെ ഏതെങ്കിലും പാസേജിലുണ്ടെന്ന് ഞാൻ പറയാം. ഇവിടെ നമ്മൾ പാസേജിനെ പറ്റി പറയുന്ന എന്ത് പാസ്റ്റ് നമ്മൾ വെറുതെ നമ്മുടെ സമയം കളയണം, നമ്മുടെ അറ്റൻഷൻ ചെയ്യും, നമ്മളെ കൊണ്ട് നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിപ്പിക്കുന്നു, ഒരുപാട് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒരേ ഒരു കാര്യത്തിന് റെഫറൻസിന് വേണ്ടി മാത്രമേ പാസ്റ്റ് ഉപയോഗിക്കാവുള്ളൂ എന്നാണ് ഓതർ പറയണേ, അല്ലേ? അല്ല, അപ്പോൾ ഇവിടെ എന്തായാലും ഫീലിംഗ് എമേർജ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എമനേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നില്ല. ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് നോട്ട് ട്രൂ. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനാ, അല്ലേ? ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനാ. കാര്യം എന്താ, ഇവിടെ അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇതിൽ ട്രൂ ആയിട്ടുള്ളതെന്ന് കൊടുത്തേക്കും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കിട്ടില്ല. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് ചൂസ് ചെയ്യാനില്ല, അല്ലാത്തത് ഏതാണെന്ന് ചൂസ് ചെയ്യാനാണ്. അങ്ങനെയുള്ളതൊക്കെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് പറയാമല്ലോ, ഫീലിംഗ് എമനേറ്റിംഗ് ഫ്രം പാസ്റ്റ് ഇവൻറ്റ്സ് ആർ റിവീലിംഗ് എന്നുള്ളത് ഇവിടെ ഓർഡർ പറയുന്നില്ല. അപ്പോൾ അത് ഓർഡർ സൂചിപ്പിക്കാത്ത ഇത്രയും കാലം നമുക്ക് എന്ത് പറയാം, ദിസ് ഇസ് നോട്ട് ഇൻ ദ പാസേജ്, ട്രൂ അക്കോർഡിംഗ് ടു ദ പാസേജ്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ ഓർഡർ ഇത് തെറ്റാണ്. ഓക്കെ, അവിടേക്ക് പോകാം. അടുത്ത് നോക്കിക്കുകയും വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ ഓഫ് ദ പാസേജ്. നമുക്ക് ഏത് ടൈറ്റിൽ കൊടുക്കാം? പീസ് ആൻഡ് പ്രോസ്പെരിറ്റി, പ്രോബ് ദ പ്രസന്റ്, വിഷ്വൽ തിങ്കിങ്, ബി ഹിയർ ആൻഡ് നൗ, ഓർ നൺ ഓഫ് ദിസ്. ഇതൊന്നും കൊടുക്കണ്ട. ഇതിൽ ഏതായിരിക്കും കൊടുക്കാൻ പറ്റുക? അത് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കി നമുക്ക് ടൈറ്റിൽ കൊണ്ടുവരിക, അല്ലെ? ഒരു ടൈറ്റിൽ കണ്ടെത്തുക എന്നുള്ളത് ക്വസ്റ്റ്യൻസ് വളരെ കോമൺ ആയിട്ടുള്ളതിൽ വരുന്നതാണ്. ഏത് കൊടുക്കാം നമുക്ക്? ഒരു എന്താ പറയുക, ഒരു ഏറ്റവും ബെസ്റ്റ് ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞാൽ ഏത് കൊടുക്കാം? ബി ഹിയർ ആൻഡ് നൗ, അല്ലേ? ഇവിടെ ആയിരിക്കുക, ഇപ്പോഴായിരിക്കുക. അതാണ് ഫ്യൂച്ചറിനെ അല്ല പ്രസന്റിനെ പറ്റിയാണ് പറയുന്നത്, അല്ലേ? പ്രസന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്ന വേറെ ഏത്? ബി ഇൻ ദ പ്രസന്റ്. അത് അവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലോട്ട് ഒന്നൊന്ന് നോക്കാം. നമ്മളത് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ബി ഹിയർ, wanting to be there, being in the present, wanting to be in the future. അപ്പോൾ ബി ഹിയർ നൗ, നൗ ആണ് കീ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എവിടെയോ കൊടുത്തിട്ടുണ്ടല്ലോ നൗവിനെ പറ്റി. ഇതാ, വാട്ട് യു നീഡ് റൈറ്റ് നൗ. റൈറ്റ് നൗ എന്താ വേണ്ടെന്ന് ആലോചിച്ച് നോക്ക് എന്നാ പറയുന്നത്, അല്ലേ? റൈറ്റ് നൗ, നൗ ആണ് നമുക്ക് വേണ്ടത്, നോട്ട് പിന്നെ എപ്പോഴും എന്താ വേണ്ടെന്നല്ല, നൗ. അപ്പോൾ ബി ഹിയർ ഉറപ്പായിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താം. ആണേ, ആൻസർ ക്ലിയർ അല്ലേ? അത് കറക്റ്റ് ആണോ എന്ന് കിട്ടിയേക്കുന്നത്, അല്ലേ? ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A false sense of self as given in the passage means. ഒരു false sense of self പാസേജ് പറയുന്ന അനുസരിച്ച് ഒരു false sense of self എന്ന് പറഞ്ഞാൽ എന്താ? Mistaken belief in self, mistaken outlook to life, false pride and prejudice, obsession with the past, none of these. ഒരു false sense of self നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു false sense. ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദാ false self ക്രിയേറ്റ് ചെയ്യാന്ന് ഓതർ പറഞ്ഞു. ദാ ആ false sense of എപ്പോഴാണ് നമുക്കത് ക്രിയേറ്റ് ചെയ്യുന്നത്? ബാക്കിലോട്ട് നോക്കി എവിടെയാണ്? പാസ്റ്റ് ടേക്കപ്പ് ചെയ്യുന്നു, പാസ്റ്റ് നിങ്ങൾ അറ്റൻഷൻ എടുക്കുന്നു, നെഗറ്റീവായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നു, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, അച്ചീവ്മെൻറ്റ്സിനെ പറ്റി, അഡ്വഞ്ചേഴ്സിനെ പറ്റി, എക്സ്പീരിയൻസിനെ പറ്റി, വിക്ടിം സ്റ്റോറി, ഡ്രെഡ്ഫുൾ തിങ്സ് ചെയ്തത്, ഇങ്ങോട്ട് ചെയ്തത്, ആരെങ്കിലും ചെയ്തത് തോട്ടായിട്ട് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്നു, ഗിൽറ്റ്, പ്രൈഡ്, റിസെൻമെൻറ്റ്, ആങ്കർ, റിഗ്രറ്റ്, സെൽഫ് പിറ്റിക്ക് തോന്നിക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫോൾസ് സെൽഫ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ബോഡി പെട്ടെന്ന് ഏജ് ആവുന്നു. ഇതാ അക്യുമുലേറ്റ് ചെയ്യുന്നു, പാസ്റ്റ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. നമ്മൾ മറ്റുള്ളവരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് നമ്മൾ ഏജ് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുമെന്നൊക്കെ ഇവിടെ ഓതർ പറഞ്ഞേക്കുക. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഏതാണ്, ഏത് ആൻസറിലോട്ട് നമുക്ക് വരാം? പാസ്റ്റിനെ പറ്റി പറയുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കാം. മിസ്റ്റേക്കൺ ബിലീഫ് ഇൻ സെൽഫ്, ഔട്ട്ലുക്ക് ടു ലൈക്ക്, ഫോൾസ് പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, ഒബ്സഷൻ വിത്ത് ദ പാസ്റ്റ്. ഓഫ് കോഴ്സ് പാസ്റ്റിനെ പറ്റിയുള്ള ഒബ്സഷൻ, അല്ലേ? വേറെ എന്താ? പാസ്റ്റിനെ പറ്റി പറയുമ്പോഴാണ് നമുക്ക് ഈ പരിപാടി ഉണ്ടാകുന്നത്. ഫോൾസ് സെൽഫ് ഓഫ് സെൻസ് ഓഫ് സെൽഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫ്യൂച്ചറിനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ മെന്റൽ ഫാൻറ്റം ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റിനെ പറ്റി പറയുമ്പോൾ ഒബ്സഷൻ വിത്ത് ദ പാസ്റ്റ് വരുമ്പോൾ നമ്മൾ ഒരു ഫോൾസ് സെൻസ് ഓഫ് സെൽഫ് ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ദി ആൻസർ. ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. നമ്മൾ ക്വസ്റ്റ്യൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 8. യെസ്, 8 ക്വസ്റ്റ്യൻസിൽ 8 ചെയ്തവരുണ്ടോ നോക്കുക കേട്ടോ. 8 ചെയ്തവരുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ഗുഡ് ഫോർ യു. നമുക്ക് ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ ഇനിയും വരും കേട്ടോ. ഇതുപോലെ നമുക്ക് ഇനിയും ചെയ്യാം. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രീ ലൈവ് ക്ലാസ് നമുക്ക് എല്ലാ ദിവസവും 7 മണിക്ക് ഇംഗ്ലീഷിൻ്റെ ഉണ്ട്, 6 മണിക്ക് റീസണിങ്, 7 മണിക്ക് ഇംഗ്ലീഷ്, 8 മണിക്ക് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്സുകൾ നമുക്ക് നമ്മുടെ ബാങ്കേഴ്സ് അറ്റ് മലയാളം ചാനൽ എല്ലാ ദിവസവും ഉണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാം. അതുകൂടാതെ നമ്മുടെ ആപ്പിലും വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ്. SBPയുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 27-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. അപ്ലൈ ചെയ്യാത്തവരൊക്കെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാൻസസിനെ കാര്യം മറക്കരുത്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ 2379 രൂപ നിങ്ങൾക്ക് അവിടെ കാണാം. അതിൽ നിങ്ങൾ ബൈ നൗ ഓപ്ഷൻ കൊടുക്കുക.
അവിടെ കണ്ടോ ബൈ നോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അവിടുന്ന് കയറിയിട്ട്. അപ്പം ബൈ നോ ഓപ്ഷനിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ഈ ഒരു പേജിലോട്ട് കൊണ്ടുപോകും. ഈ പേജിൽ ഇതാ Y314 എന്ന കോഡ് അപ്ലൈ ചെയ്യുക. Y314 എന്ന കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. Y314. അപ്പോൾ Y314 എന്ന കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? വീണ്ടും ഡിസ്കൗണ്ട് കിട്ടും. കോഴ്സ് പർച്ചേസിൻ്റെ രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. വേറെ ഒന്നും നോക്കണ്ട. Y314 എന്ന കോഡ് അങ്ങ് അപ്ലൈ ചെയ്യുക. ഡിസ്കൗണ്ട് കിട്ടും. അപ്പം 2323 രൂപയ്ക്ക് 2323 475 രൂപയുടെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ട് 2323 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് എടുക്കാൻ പറ്റും. കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുക. ഇതിൽ നമുക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്. അതിൻ്റെ റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ്. ക്ലാസ്സുകൾ ഓൾറെഡി ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ ക്ലാസ്സുകളുടെ ലൈവും റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ്. ടെലിഗ്രാം ഗ്രൂപ്പ്, ടെലിഗ്രാം ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നോട്ട്സ് അതിലൂടെ നിന്ന് എടുക്കാം. ഡൗട്ട്സ് ചോദിക്കാം. ടെസ്റ്റ് സീരീസ്, മോക്ക് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് സീരീസ് അതിലൂടെ ഇൻക്ലൂഡ് ആണ്. അപ്പം പരമാവധി ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. അടുത്ത കാര്യങ്ങളുമായിട്ട് അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരും. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് എത്തും. അപ്പോൾ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കോമന്റ് സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, സജഷൻസ് ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ പരിഗണിക്കാം. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ ഗുഡ് നൈറ്റ്. ബൈ.